നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശിൽ ഏറ്റവും വലിയ മിന്നുന്ന വിജയം നേടിയ TDPയും അതുപോലെ തന്നെ ബീഹാർ രാഷ്ട്രീയത്തിൽ ആടാതെ പിടിച്ചു നിന്ന JDU, ഇവർ രണ്ടും കൂടി ചേരുമ്പോഴാണ് NDAക്ക് ആശ്വാസമേകുന്ന കാര്യം. അതായത് 16, 12 കൂടി 28 ലോക്സഭാ സീറ്റുകൾ ഈ രണ്ട് കക്ഷികളും കൂടി ചേർന്ന് നേടിയെടുത്തു. എന്നാൽ ഇവരെ കൃത്യമായി ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ചരടുവലികൾ നടക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ 234 സീറ്റുള്ള ഇന്ത്യ മുന്നണിയുടെ അംഗബലം 262 ഉയരും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. 262 സീറ്റുകളിലേക്ക് ഉയർന്നാൽ കേവലം 10 പേരുടെ പിന്തുണ കൂടി മതി. മറ്റുള്ളവരുടെ കൂടി പിന്തുണ കൃത്യമായി ലഭിക്കുമ്പോൾ തീർച്ചയായും അത് 272 എത്തും എന്ന് BJPക്ക് അറിയാം. BJP ഇപ്പോൾ ശരിക്കും ഭയപ്പാടിലാണ്. ശിവസേന കൃത്യമായി പറയുന്നുണ്ട്, ഉദ്ധവ് വിഭാഗം പറയുന്നുണ്ട്, ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന്. അതിന് അമാന്തം കാണിക്കരുത്. മോദിയെ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയാക്കാൻ രാജ്യം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തത്. TDPയും JDUവും കൃത്യമായി ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിയാൽ എന്ത് ഓഫർ വേണമെങ്കിലും നൽകാം എന്നുള്ള കോൺഗ്രസിൻ്റെ നീക്കം കൂടി വന്നിരിക്കുമ്പോൾ തീർച്ചയായും BJP നേതൃത്വം അങ്കലാപ്പിലാകുന്നുണ്ട്. കാരണം BJPക്ക് അത്തരത്തിൽ നീങ്ങാൻ കഴിയില്ല. പ്രധാനമന്ത്രി സ്ഥാനം വിട്ടുകൊണ്ടുള്ള ഒരു നീക്കത്തിനും BJP തയ്യാറുമല്ല. നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി സ്ഥാനം നൽകണമോ വേണ്ടയോ എന്നിപ്പോൾ തീരുമാനിക്കുന്നത് TDPയും JDUവും തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് ഒരു കാരണവശാലും അമിത്ഷായ്ക്ക് കൊടുക്കരുത് എന്ന നീക്കത്തിൽ തന്നെയാണ് ചന്ദ്രബാബു നായിഡു നീങ്ങുന്നത്. ചന്ദ്രബാബു നായിഡുവിന് വ്യക്തമായി അറിയാം, BJPക്ക് അധികാരം ലഭിക്കണമെങ്കിൽ താനും കൃത്യമായി കനിഞ്ഞേ മതിയാവുകയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ നായിഡു പരമാവധി അവസരം മുതലാക്കുകയാണ്. ആഭ്യന്തര മന്ത്രിസ്ഥാനം TDPക്ക് തന്നെ നൽകണം എന്ന രാഷ്ട്രീയ നീക്കത്തിലേക്ക് BJPയെ എത്തിക്കുമ്പോൾ BJPക്ക് അത് കുറച്ചൊന്നുമല്ല ആഘാതമേകുന്നത്. മന്ത്രിസഭയിലെ 2ാം സ്ഥാനം തീർച്ചയായും TDP ചോദിച്ചു വാങ്ങും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ സംഭവിച്ചാൽ കൃത്യമായും BJPക്ക് അത് വഴങ്ങിയേ മതിയാവുകയുള്ളൂ. JDUവും ഒട്ടും പിറകിലല്ല. 2019 അവരെ അവഗണിച്ച BJPക്ക് മറുപടി കൊടുക്കാൻ ഇതിലും മികച്ച ഒരു അവസരമില്ല എന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നത്. ഡൽഹിയിൽ മാരക നീക്കങ്ങളാണ് നടക്കുന്നത്. മോദിക്ക് 3ാം തവണയും ഭരണം സുഗമമായി ലഭിക്കും എന്ന് പ്രതീക്ഷിച്ച BJPയുടെ കുത്തക സീറ്റുകളെല്ലാം തന്നെ പൊളിഞ്ഞു പോയപ്പോൾ അവർ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്കാണ് മന്ത്രിസഭ രൂപീകരിക്കുക എന്ന ഭഗീരഥ പ്രയത്നം. അത് എളുപ്പത്തിൽ നടക്കുകയുമില്ല. അഖിലേഷ് യാദവിൻ്റെ SPക്ക് 37, DMKക്ക് 22, തൃണമൂലിന് 29, NCPയുടെ ശരത് പവാറിന് 8, ശിവസേനയുടെ 9 ഒക്കെ BJPയുടെ നടു ഒടിച്ചുകൊണ്ടുള്ള മുന്നേറ്റം തന്നെയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ BJP കിടുങ്ങി വിറച്ചു. ഇത് കൃത്യമായിട്ടുള്ള ഒരു ശുഭസൂചന തന്നെയാണ്. ഇന്ത്യയിൽ മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ് ആയി എന്നല്ല കോൺഗ്രസ് അവകാശപ്പെടുന്നത്. മോദിയെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയപരമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. TDPയും JDUവും കൂടി ഇന്ത്യ മുന്നണിയിലേക്ക് എത്തും എന്ന് തന്നെ വ്യക്തമാകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. JDU നമുക്കറിയാം, മോദിയെ താഴെ ഇറക്കാൻ വേണ്ടി നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലേക്ക് തിരികെ കൊണ്ടു ചെല്ലാൻ എന്ത് ഓഫർ വേണമെങ്കിലും വെച്ചോളൂ എന്ന നീക്കമാണ് ഇന്ത്യ മുന്നണി ഐക്യ ജനതാദളിനോട് പ്രഖ്യാപിക്കുന്നത്. ഇതുമായി ഐക്യ ജനതാദൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. BJPക്ക് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.